രണ്ടാമത്തെ ലോക്ക്ഡൗണിലാണ് എനിക്ക് പരിക്കേറ്റത്. എൻ്റെ നട്ടെല്ല് ഒടിഞ്ഞായിരുന്നു. എനിക്കപ്പോൾ അറിയത്തില്ലായിരുന്നു നട്ടെല്ല് ഒടിഞ്ഞത്. ഒരു കോൺഫിഡൻസ് ആണ്, എന്നെ ചെയ്താലും 100 ദിവസമായാലും എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് ഞാൻ രക്ഷപ്പെടുന്നു. അവരെന്നിട്ട് ബോട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു, ക്യാൻ വി കം ഇൻസൈഡ്? അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ്. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യു ആർ ലൈക്ക് ഏഞ്ചൽസ് ടു മീ. ഗോൾഡൻ ഗ്ലോബ് റേസിനിടെ പറ്റിയ അപകടത്തെ ധീരമായി അതിജീവിച്ച് കമാൻഡറും മലയാളിയുമായ അഭിലാഷ് ടോമി ഡൽഹിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ഒപ്പം തന്നെ അദ്ദേഹം തുരിയിൽ നടത്തിയ യാത്രയെക്കുറിച്ചുമെല്ലാം ചോദിച്ചറിയാം. സ്വാഗതം ശ്രീ അഭിലാഷ്. താങ്ക് യു. എങ്ങനെയായിരുന്നു ഈ ഒരു ഗോൾഡൻ ഗ്ലോബ് റേസിലേക്ക് അങ്ങ് എത്തിയത്? മുൻപ് അങ്ങ് ഒരു തവണ ഒരു സമുദ്ര പര്യവേഷണം നടത്തിയതാണ്. ഞാൻ 2012-13 ഒരു നോൺ സ്റ്റോപ്പ് സർക്കം നാവിഗേഷൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ CNS അഡ്മിറൽ DK ജോഷി സാറിനെ കണ്ടായിരുന്നു. അപ്പം സാറിനോട് സംസാരിക്കുന്ന ഇടയ്ക്ക് സാറ് പറഞ്ഞ് ഇനി എന്നാ പ്ലാൻ? ഞാൻ പറഞ്ഞു ഉണ്ട് മനസ്സിൽ കുറച്ചൊക്കെ. അപ്പം സാറ് പറഞ്ഞ് എന്നാ ചെയ്താലും കഴിഞ്ഞതിനേക്കാളും ഡിഫിക്കൽട്ടായിട്ടുള്ള എന്നേലും ചൂസ് ചെയ്യണമെന്ന്, അല്ലാതെ വേറെ ഒരു ലോ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പോരുത്. അത് പറഞ്ഞപ്പോഴാണ് ഈ ഗോൾഡൻ ഗ്ലോബ് റേസ് അവർ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് ഓഫ് റേസ് എല്ലാം ഞാൻ വായിച്ചു നോക്കിയപ്പം വളരെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റേസ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോഴുള്ള സർക്കം നാവിഗേഷൻ റേസിലൊക്കെ എല്ലാവരും കുറേ കാശ് ചിലവാക്കിയിട്ട് കുറേ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ബോട്ടും കൊണ്ടാണ് പോകുന്നത്. കാർബൺ ഫൈബർ ബോട്ട്, 24 hours നമുക്ക് GPS വഴി നമ്മൾ എവിടെയാണെന്നറിയാം. എല്ലാം ഇലക്ട്രോണിക് ചാർട്ട്സാണ്, ഡിസ്പ്ലേ എല്ലാം. പിന്നെ എന്നേലും ഉണ്ടെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് 24 hours നമ്മുടെ ഫാമിലിയായിട്ട് കോൺടാക്റ്റിൽ നമുക്ക് ഇരിക്കാം. അപ്പം അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇപ്പോഴത്തെ റേസ്. പക്ഷേ അത് കുറേ എക്സ്പെൻസീവും കൂടിയാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് എന്ന് വെച്ചാൽ അതെല്ലാം പുഷ് ചെയ്തിട്ട് ഒരു 1968 നമ്മളെ കൊണ്ടുപോകുക. 1968 ഉണ്ടായിരുന്ന ടെക്നോളജി, ആ സമയത്തുണ്ടായിരുന്ന ബോട്ട്സ്, അങ്ങനത്തെ ബോട്ടിലാണ് നമ്മൾ റേസ് നടത്തുന്നത്. ഇപ്പോൾ GPS ഉപയോഗിക്കാൻ പറ്റത്തില്ല, സാറ്റലൈറ്റ് ഫോൺ വെച്ച് ഫാമിലിനോട് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു റേസാണ്. പിന്നെ ബോട്ട് സ്ലോ ആയത് കാരണം കുറഞ്ഞൊരു 250-300 ദിവസം എടുക്കുമെന്നും എല്ലാവർക്കും അറിയായിരുന്നു. അപ്പം ഒബ്വിയസ്ലി ഇത് വളരെ ഒരു ഡിഫിക്കൽട്ട് റേസാണ്. അതിന് ഇമീഡിയറ്റ്ലി റോഡ് ടു ദ റേസ് ഓർഗനൈസർ അവർ പറഞ്ഞു, നീയാണെങ്കിൽ ഞങ്ങളൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ അയക്കാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഗോൾഡൻ ഗ്ലോബ് റേസ് എനിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയത്. അതായത് സാങ്കേതികവിദ്യ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല, എല്ലാം 1968 മുൻപുള്ള സാങ്കേതികവിദ്യ മാത്രം. അന്ന് എന്തുണ്ടായിരുന്നു, അന്ന് ഉപയോഗിച്ച് മാത്രം. കറക്റ്റ്. അപ്പം ആ സമയത്ത് നാവിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഈ കരയ്ക്കുള്ള ലൈറ്റ് ഹൗസോ അല്ലെങ്കിൽ അവിടുത്തെ ഈ ബിൽഡിങ്ങോ, കരയ്ക്ക് അടുത്തൂടെ പോകുമ്പം ഇങ്ങനത്തെ സാധനങ്ങളുടെ കോമ്പസ് വെച്ച് ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ അത് ചാർട്ടി പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയാണെന്ന് ഫിക്സ് ചെയ്യും. പിന്നെ ഈ കരയിൽ നിന്ന് ദൂരെ പോകുമ്പോഴത്തേക്ക് ഈ സൂര്യനും ചന്ദ്രനും പിന്നെ സ്റ്റാർസും അവരുടെയൊക്കെ ഒരു സെലസ്റ്റിയൽ നാവിഗേഷൻ ടെക്നിക്കുണ്ട്. അവരുടെ സെക്സ്റ്റൻറ്റ് വെച്ച് അവരുടെ എക്സാക്റ്റ് ആംഗിള്, എക്സാക്റ്റ് ടൈം മെഷർ ചെയ്തിട്ട് പിന്നെ കുറേ കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്കൊരു ഏകദേശം പൊസിഷൻ കിട്ടും. ഇപ്പം സൂര്യനെ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞൊരു 3-4 മണിക്കൂർ എടുക്കും ഒരു പൊസിഷൻ കിട്ടാൻ. ആ പൊസിഷൻ്റെ ആക്യുറസി ചിലപ്പോൾ 20-30 കിലോമീറ്റർ ആവും. 30 കിലോമീറ്ററിനകത്ത് എവിടെ വേണമെങ്കിലും ആകാം നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇനാക്യുറേറ്റ് മെത്തഡാണ് ഈ റേസിന് ഉപയോഗിക്കേണ്ടത്. ബോട്ട് തുരിയ അതിനനുസരിച്ചാണോ? അതിനും മാനദണ്ഡങ്ങളുണ്ടായിരുന്നു ബോട്ട് ഉണ്ടാക്കുന്നത്? അതുകൊണ്ടായിരുന്നു. അവരുടെ നിയമപ്രകാരം 32-36 അടിക്കടയ്ക്കായിരിക്കണം ബോട്ടിൻ്റെ ലെങ്ത്ത്. അവർ കുറേ ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിനകത്തുള്ള ഡിസൈൻ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബോട്ട് 1988 മുമ്പുള്ള ഡിസൈൻ ആയിരിക്കണം. കുറഞ്ഞൊരു 20 ബോട്ട് ഒരേ മോൾഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. പുതിയ ബോട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ പുതിയ മോൾഡ് വെച്ച് പുതിയ ബോട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. റോബിൻ റൗണ്ട് ദ വേൾഡ് ചെയ്ത സുഹേലി ബോട്ട് അതിൻ്റെ റെപ്ലിക്ക ആണെങ്കിൽ നമുക്കൊരു പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാം. അപ്പം അത് മറ്റേന്നാ പറയുന്നത്, എനിക്ക് ഇന്ത്യയിൽ നിർമ്മിച്ചൊരു ബോട്ടിൽ പോകാനായിരുന്നു ആഗ്രഹം. അത് കാരണം ഞാൻ നേരെ സുഹേലിയുടെ ഡിസൈൻ കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞത്. അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും പഴയ ഡിസൈനാണ് ഈ റേസിൽ. 1923 ഡിസൈനാണ്. പിന്നെ എല്ലാവരും പറഞ്ഞത് ഭയങ്കര സ്ലോ ബോട്ടാണെന്ന്. കുറേ ആർട്ടിക്കിൾ എഴുതിയായിരുന്നു. എല്ലാവരും 250 ദിവസത്തിനകത്ത് ഫിനിഷ് ചെയ്യും, അഭിലാഷ് 300 ദിവസം എടുക്കുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ വലിയൊരു സാഹസികത നിറഞ്ഞ യാത്രയായിരുന്നു. ജൂലൈ മാസത്തിലാണ് തുടങ്ങുന്നത്. 1 ജൂലൈ. എങ്ങനെയായിരുന്നു യാത്ര തുടങ്ങിയതും? എവിടെ നിന്ന്? എങ്ങനെ? ഫ്രാൻസിൽ നിന്നും? ഫ്രാൻസിൽ ലസാബ്ലെ ദി ഒലോൺ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്, അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങി എത്ര പേരുണ്ടായിരുന്നു? ഒരേ ഒരു ഇന്ത്യക്കാരൻ? അതെ, ഏഷ്യയിൽ നിന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ.
ഞങ്ങൾ തുടങ്ങിയ 1-ാം തീയതി ആയിരുന്നു. തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു കാനറി ഐലൻഡിൽ അവരൊരു ഗേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗേറ്റ് ക്രോസ് ചെയ്യണം നമുക്ക്. ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അറ്റ്ലാന്റിക്കിൽ മറ്റേ നോർത്ത് അറ്റ്ലാന്റിക് കൂടെ സൗത്തിലോട്ട് പോയിട്ട് ഇക്വേറ്റർ ക്രോസ് ചെയ്യണം. പിന്നെ അത് ക്രോസ് ചെയ്തിട്ട് സൗത്ത് അറ്റ്ലാന്റിക്കിലോട്ട് കയറണം. പിന്നെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ക്രോസ് ചെയ്യണം. പിന്നെ ഇന്ത്യൻ ഓഷ്യൻ, പിന്നെ ടാസ്മീനിലൊരു ഗേറ്റ് ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തൂടെ പോയിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ട് ന്യൂസിലൻഡിൻ്റെ സൗത്തിൽ കൂടെ പോകണം. പിന്നെ പസഫിക് ക്രോസ് ചെയ്യണം. പിന്നെ കേപ്പ് ഹോൺ ക്രോസ് ചെയ്യണം. പിന്നെ തിരിച്ച് സൗത്ത് അറ്റ്ലാന്റിക്, പിന്നെ നോർത്ത് അറ്റ്ലാന്റിക്, പിന്നെ റേസ് ഫിനിഷ് ചെയ്യണം. ഈ അപകടം സംഭവിക്കുമ്പോൾ ശരിക്കും ഏത് ഭാഗത്തായിരുന്നു സമുദ്രത്തിന്? ഇത് ഇന്ത്യൻ ഓഷ്യനിലായിരുന്നു. ഞാനൊരു 40 ഡിഗ്രി സൗത്തിലായിരുന്നു. ഇതിനെ റോറിങ് 40s എന്ന് പറയും. അവിടെ അത്രയ്ക്കും കാറ്റാണ്. അപ്പോൾ റോറിങ് 40s, ഈ 40 ഡിഗ്രി സൗത്തിൽ, ഇന്ത്യയിൽ നിന്ന് ഏകദേശം 6000 കിലോമീറ്റർ സൗത്തിൽ, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു 4000 കിലോമീറ്റർ വെസ്റ്റിൽ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഒരു 4000 കിലോമീറ്റർ ഈസ്റ്റിൽ, ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭയങ്കര റിമോട്ടായ ഏരിയയിലാണ് ആക്സിഡൻറ്റ് നടന്നത്. ഞങ്ങൾ ഈ ആക്സിഡൻറ്റ് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, എവിടെ വെച്ച് ആക്സിഡൻറ്റ് വന്നാലും ഇവിടെ വരരുതെന്ന്. അവിടെ തന്നെ വന്നു. ശരിക്കും അവിടെ തന്നെ അപകടം സംഭവിക്കുക. ഈ കാറ്റ് വരുന്നത് സ്റ്റോമാണല്ലോ വലിയ പ്രശ്നമായിരുന്നു മാറിയത്. അത് ശരിക്കും പ്രഡിക്റ്റ് ചെയ്തിരുന്നോ നേരത്തെ? ഞങ്ങളോട് പറഞ്ഞായിരുന്നു സ്റ്റോം വരുന്നത്. അപ്പം നേരത്തെയും ഈ സ്റ്റോമൊക്കെ ഞാൻ കുറേ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റോം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫാസ്റ്റ് മൂവിങ് സ്റ്റോമായിരുന്നു. അപ്പോൾ സ്റ്റോമിൽ അവിടെയൊക്കെ സ്റ്റോം തുടങ്ങുമ്പോൾ ആദ്യം നോർത്ത് വെസ്റ്റിൽ നിന്ന് കാറ്റ് തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സൗത്ത് വെസ്റ്റിലോട്ട് മാറും. അപ്പോൾ ഈ സ്റ്റോം നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ട് മാറാൻ കുറേ സമയമെടുക്കും. ഇതിലെന്നാന്ന് വെച്ചാൽ ഏതാണ്ട് 15-20 മിനിറ്റിനകത്ത് നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ട് മാറി. അപ്പോൾ ഇത്രയും ക്വിക്കായിട്ട് മാറിയ സ്ഥിതിക്ക് നമ്മുടെ തിരമാലകൾ നോർത്ത് വെസ്റ്റിൽ നിന്നും സൗത്ത് വെസ്റ്റിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു 10-15 മീറ്റർ പൊക്കം ഉണ്ടായിരുന്നു. 15 മീറ്റർ എന്ന് പറയുമ്പോൾ വലിയ തിരയായി മാറും. പിന്നെ അതും പിന്നെ ഒരു തിരയല്ല, അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ദിവസം തിര തന്നെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് തിര വരുമ്പോഴത്തേക്ക് ബോട്ടിനെ ഒന്ന് സേഫ് ഡയറക്ഷനിൽ കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഒരു മറ്റേ വേവായിട്ട് അലൈൻ ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ വേവ് നമ്മളെ അടിക്കും. അങ്ങനെ ആദ്യം ഒരു വേവ് അടിച്ച് ബോട്ട് പിന്നെ ഒരു നോക്ക് ഡൗൺ ഉണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ മിസൻ ബൂം ഒടിഞ്ഞു. പിന്നെ രണ്ടാമത്തെ നോക്ക് ഡൗണിലാണ് എനിക്ക് പരിക്കേറ്റത്. എൻ്റെ നട്ടെല്ല് ഒടിഞ്ഞായിരുന്നു. എനിക്കപ്പോൾ അറിയത്തില്ലായിരുന്നു നട്ടെല്ല് ഒടിഞ്ഞെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രശ്നം ഉണ്ടായിരുന്നു. നീസ് വീക്കാകുമായിരുന്നു, ഞാനങ്ങ് വീഴുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് ബങ്കിനകത്ത് കയറി കിടന്നു. 3 ദിവസത്തോളം എടുത്തു ആ ഒരു ആരെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ മറ്റും, അല്ലെങ്കിൽ സഹായം വരാൻ വേണ്ടിയിട്ട്? സഹായം വരാനായിട്ട് 3 ദിവസം എടുത്ത്. ഇത് നടന്നപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ കൊടിമരം ഒടിഞ്ഞു പോയി, നടുവിന് ഇഞ്ചറി ഏറ്റിട്ടുണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മെസ്സേജ് അയച്ചപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് എല്ലാവരും വരുവാണെങ്കിൽ സ്ട്രെച്ചർ കൂടെ കൊണ്ടുവരണമെന്ന്. 3 ദിവസത്തേക്ക് ഞാൻ അവിടെ കിടപ്പായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നു അതിനിടയ്ക്ക്? ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ എനിക്ക് എഴുന്നേറ്റൊന്നും പാചകം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ വെള്ളം വേണേലും എഴുന്നേറ്റ് നിന്ന് കാല് വെച്ച് പമ്പ് ചെയ്താലേ വെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ അതും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അടുത്ത ബങ്കിൽ കുറച്ച് ഐസ് ടീ ഉണ്ടായിരുന്നു. ആ ഐസ് ടീ കുടിച്ചിട്ടാണ് ഞാൻ 3 ദിവസം സർവൈവ് ചെയ്തത്. ഈ സഹായം വരുന്നതിന് ആ സമയത്ത് സ്വാഭാവികമായും താങ്കൾക്ക് വലിയ രീതിയിലുള്ള പരിശീലനമൊക്കെ ലഭിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ അപേക്ഷിച്ച്. എന്നാലും എങ്ങനെയാണ് സമ്മർദ്ദത്തെ അതിജീവിച്ചത്? ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ ഞങ്ങളോടൊരു വിൽ ടു സർവൈവ് എന്നും പറഞ്ഞിട്ടൊരു ഇത് പഠിപ്പിക്കും. അപ്പോൾ വിൽ ടു സർവൈവ് എപ്പോഴും കാണണം, ഒരു കോൺഫിഡൻസ് കാണണം. എന്നെ ഏതായാലും 100 ദിവസമായാലും എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന്, ഞാൻ രക്ഷപ്പെടുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചെയ്തതല്ല, എൻ്റെ മാനസിക സ്ഥിതിയും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഒരു നെഗറ്റീവ് തോട്ടും വരാൻ സമ്മതിച്ചില്ല. സാധാരണ ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കും, എനിക്കെന്നെ ഇങ്ങനെ വന്നത്, വേറെ ആർക്കും വന്നില്ലല്ലോ, ഇത്രയും എന്നെ പറയുന്നത് പരിശ്രമിച്ചാൽ ഞാൻ ഇവിടെ എത്തിയ ദൈവം എന്നോട് എന്നെ, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. എല്ലാം ദൈവം നിശ്ചയം. പിന്നെ അവസാനം എന്നെ പറയുന്ന ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. തിരിച്ചെത്തിയിട്ട് എന്നൊക്കെ ചെയ്യണം, പിന്നെ അടുത്ത 3 കൊല്ലത്തിൽ 4 കൊല്ലത്തിൽ എന്നൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ ഈ റേസിൽ നിന്ന് എന്നൊക്കെ പാഠം പഠിച്ചു. അതെല്ലാം ഞാൻ ഒരു മെൻ്റൽ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നെഗറ്റീവ് തോട്ട്സും മനസ്സിലേക്ക് വരരുത്, അതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ വലിയ രീതിയിൽ അതിനെ ധീരമായി ചെറുക്കാനും കഴിഞ്ഞത്. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് എന്നെ ഷിപ്പിലോട്ട് മാറ്റി, പിന്നെ ഷിപ്പിൽ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ മാറ്റി, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മറ്റേ ഓപ്പറേറ്റ് ചെയ്തു. ഇതെല്ലാം ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കിടപ്പായി, രണ്ടാമത്തെ ദിവസം ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ശരീരത്തിൽ ഒട്ടും ഇറച്ചിയില്ലായിരുന്നു, തൊലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കെപ്പോഴും മറ്റേ അടുത്ത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇപ്പോൾ തൊട്ട് അതിന് വേണ്ടിയിട്ട് റെഡിയാകുമായിരുന്നു. അപ്പം ഒബ്വിയസ്ലി എന്നാ വേണമെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ഫിറ്റ്നസ് വേണം. ഫിറ്റ്നസ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തുടങ്ങണം. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് അടുത്ത ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയായിരുന്നു.
P-8I എയർക്രാഫ്റ്റാണ് ആദ്യം, ഇന്ത്യയുടെ എയർക്രാഫ്റ്റാണ് ആദ്യമായി അവിടെ എത്തുന്നത് അല്ലേ? കണ്ടിരുന്നോ അത്? ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടായിരുന്നു, പ്ലെയിനിൻ്റെ ഒച്ച ഞാൻ കേട്ടായിരുന്നു. എൻ്റെ അടുത്ത് VHF സെറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് വേണേൽ വിളിക്കായിരുന്നു. പക്ഷേ എനിക്ക് ആ VHF സെറ്റ് വരെ എത്താൻ കുറേ പാടായിരുന്നു, അത് കാരണം വിളിച്ചില്ല. പക്ഷേ എയർക്രാഫ്റ്റ് എത്തിയെന്ന് എനിക്കറിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു മെസ്സേജും വന്നായിരുന്നു എയർക്രാഫ്റ്റ് വന്നിട്ടുണ്ടെന്ന്. മത്സ്യബന്ധന ബോട്ട്, ഫ്രാൻസിൻ്റെ മത്സ്യബന്ധന ബോട്ടിനാണ് ആദ്യം വന്ന് എത്തിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ സംഭവം? അപ്പം ഒസരിസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അവരെത്തിയത് 24-ാം തീയതി രാവിലെ. അവരെന്നിട്ട് ഒരു ചെറിയ ബോട്ടിൽ അവരുടെ ആൾക്കാരെ ഇറക്കി എൻ്റെ ബോട്ടിലോട്ട് അയച്ചു. അവരെന്നിട്ട് ബോട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു ക്യാൻ വി കം ഇൻസൈഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ്. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു യു ആർ ലൈക്ക് ഏഞ്ചൽസ് ടു മീ. അവർ ചോദിച്ചു എന്നേലും എന്നെ പറയുന്നത് ഡു വി നീഡ് ടു ബി കെയർഫുൾ ഓഫ് എനിത്തിങ്. അപ്പോൾ ഞാൻ ഒരു ബ്രീഫ് കൊടുത്തായിരുന്നു, എന്നിട്ട് ചിലപ്പോൾ പിച്ചാത്തി കാണും, കോമ്പസ് കാണും, അപ്പം യു ഹാവ് ടു ബി കെയർഫുൾ ഓഫ് ദാറ്റ്. ചില ഫ്ലോർ ബോർഡ് അതിൻ്റെ പ്ലേസിലല്ലായിരുന്നു, അപ്പോൾ കാല് വെച്ചാൽ ചിലപ്പോൾ അങ്ങ് താന്നു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രീഫ് കൊടുത്ത് പിന്നെ എന്നൊക്കെ പാക്ക് ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞു. അവർ പിന്നെ എന്നെ ഒരു സ്ട്രെച്ചറിലോട്ട് മാറ്റി എന്നെ പറയുന്നത് ബോട്ടിലോട്ട് മാറ്റി, ബോട്ടിൽ നിന്ന് തന്നെ ആ ഷിപ്പിലോട്ട് മാറ്റി ഷിപ്പിനെ ആംസ്റ്റർഡാം ഐലൻഡിലേക്ക് കൊണ്ടുവന്നു അടുത്ത ദിവസം. ഇന്ത്യൻ അധികൃതരെ എപ്പോഴായിരുന്നു കാണുന്നത്? പിന്നീട് അവർ നേരെ ആംസ്റ്റർഡാം ദ്വീപിലേക്ക് വരികയായിരുന്നു അതോ? 28-ാം തീയതി അതിനെ സത്പുര അതിനെ പിക്കാൻ വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ വിട്ടായിരുന്നു. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റും പിന്നെ വേറൊരു ഓഫീസറും കൂടി എന്നെ കാണാൻ വന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യം ഒരു ഇന്ത്യക്കാരനെ കാണുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ അപകടം നടന്നു കഴിഞ്ഞപ്പോൾ വലിയ വാർത്തയായി സ്വാഭാവികമായും. അതെ, ആ സമയത്ത് ഏറ്റവും നമ്മൾ സർപ്രൈസ് ചെയ്ത കാര്യം വീട്ടുകാരുടെ ഫാദർ പറഞ്ഞൊരു പ്രതികരണമാണ്, അവൻ തിരിച്ചു വരും, ധീരമായി തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ്. വലിയൊരു താങ്കളുടെ കമാൻഡറിലും ആ ഒരു പ്രതീക്ഷ വീട്ടുകാർക്കുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അല്ല, അക്കാര്യത്തിൽ അതും അവർക്കും വലിയ രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഇത് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും നേവിയിലായിരുന്നു. പിന്നെ ഇത് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. ഞാൻ പണ്ടും ഒരു പ്രാവശ്യം സെയിൽ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ബോട്ടിനാണ്ടൊക്കെ പ്രശ്നം വന്ന്, അത് കരയ്ക്കടുത്തായിരുന്നു. പക്ഷേ രാവിലെ ഒരു 2 മണിക്ക് ഒരു ഹെലികോപ്റ്റർ വന്നിട്ടാണ് റെസ്ക്യൂ ചെയ്തത്. അടുത്ത ദിവസം അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ നടന്നായിരുന്നു, കടലിൽ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ രാവിലെ ഹെലികോപ്റ്റർ വന്നാണ് റെസ്ക്യൂ ചെയ്തത്. ഏതാണ്ട് ഒരു 20 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. അച്ഛൻ പറഞ്ഞു വെരി ഗുഡ്, ഇനി വേണ്ടിയിട്ടല്ലേ നീ നേവി കയറിയെന്ന്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ അവർക്കൊരു പേടിയോ എന്നത്തിനാ പോയതോ അത് ചെയ്യേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതിനിടയ്ക്ക് വീട്ടുകാരെ ബന്ധപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു റൂളിൽ, GGRലെ ഒരു റൂളിലൊന്നും. ഇല്ല, ബന്ധപ്പെടാൻ കഴിയത്തില്ലെന്നില്ല. പക്ഷേ എന്നാ പറയുന്നത്, വീട്ടുകാരോട് നമുക്ക് സാറ്റലൈറ്റ് ഫോൺ വെച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്കല്ലെങ്കിൽ 1968 ഉണ്ടായിരുന്ന ഏത് ടെക്നോളജി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് അങ്ങനെ ബന്ധപ്പെടാനെല്ലാം കഴിഞ്ഞിരുന്നു വീട്ടുകാരുമായി. പിന്നെ ഒരു ഷിപ്പ് എന്നാ പറയുന്നത് ബ്രെമൻ ബെല്ലെ എന്ന് പറഞ്ഞൊരു ഷിപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഷിപ്പിനോട് ഞാൻ എൻ്റെ പൊസിഷൻ ചോദിച്ചു. അവർക്കറിയാം നമ്മുടെ GPS പൊസിഷൻ എന്നാണ്, അത് നമുക്ക് ചോദിച്ചെടുക്കാം. അപ്പോൾ അവരോട് അത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ്റെ വെച്ചായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയോട് ഞാൻ പറഞ്ഞു ഞാൻ ക്യാപ്റ്റൻ സുമുഖ് ദേശായി ആണ്. ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടികൾക്കൊരു മെസ്സേജ് അയക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അയക്കാം. അപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഹായ് ഐ എം ഫൈൻ, ഹൗ ആർ യു എന്ന്. മറുപടി വന്ന് അങ്ങനെ അത് വായിച്ച് കേൾപ്പിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മറുപടി അയച്ചു, അതൊരു പിന്നെ മറുപടി അയച്ച് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ഇതിനെ ഇടയ്ക്ക് വന്ന് ഈ മറുപടി അയക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാനൊരു ഫോൺ കോൾ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്തിട്ട് അങ്ങേരുടെ ഫോൺ ലൗഡ് സ്പീക്കറിൽ വെച്ചു. എന്നിട്ട് അങ്ങേരുടെ VHF സെറ്റിൽ RT സെറ്റ് അത് അങ്ങേര് ഫോണിൻ്റെ അടുത്ത് വെച്ചു. അപ്പം വൈഫ് പറയുന്നത് എനിക്ക് കേൾക്കാം, ഞാൻ പറയുന്ന വൈഫിന് കേൾക്കാം. അങ്ങനെ ഞങ്ങളൊരു 10-15 മിനിറ്റ് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ സൗത്തിലോട്ട് വന്നപ്പോൾ ഒരു തൃപ്പൂണിത്തറക്കാരനെ കണ്ട്. ഏത് ഭാഗത്തെത്തി? ഈ നോർത്ത് അറ്റ്ലാന്റിക് ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുന്ന മുമ്പ്. അവൻ്റെ പേര് മാർട്ടിൻ മാർക്കോസ് എന്നായിരുന്നു. അപ്പോൾ അവനോടും പൊസിഷൻ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ഇംഗ്ലീഷ് സോ ആൻഡ് സോ ആണെന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ചോദിച്ചെങ്ങനെ മറ്റേ സോളോ ആണോ എന്ന്. ഞാൻ പറഞ്ഞു ആണെന്ന്. ഏത് കൺട്രി ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ത്യ ആണെന്ന്. അവൻ പറഞ്ഞല്ല, ഞാനോർത്ത് ചിലപ്പോൾ ഫ്രാൻസ് ആയിരിക്കുമെന്ന്. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, ഫ്രഞ്ചോ വല്ലതും ആയിരിക്കുന്നതാണ്, ഇന്ത്യക്കാർ ഇങ്ങനെ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു ആരും പറഞ്ഞു ഇന്ത്യക്കാർ ചെയ്യത്തില്ലെന്ന്. അപ്പം പറഞ്ഞ് ഒരു അഭിലാഷ് ടോമി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇങ്ങനെ റൗണ്ട് ദ വേൾഡ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണെന്ന്. പിന്നെ ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പം അവനോടും പറഞ്ഞു ഒരു മെസ്സേജ് അയക്കാമെന്ന്. അവനും മെസ്സേജ് അയച്ചു. പിന്നെ ഇടയ്ക്കൊരു ജേക്കബ് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ജേക്കബിനെ കണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, പക്ഷേ വേറെ 2 ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വേറെ 2 ബോട്ട്സ് കണ്ട്. അപ്പോൾ അങ്ങേരെ എനിക്ക് അന്വേഷണം അയച്ചായിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് അവർ വൈഫിൻ്റെ മെസ്സേജസ് എനിക്ക് കൺവേ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് സഹായിക്കുമായിരുന്നു. അതാ ഇപ്പം സാറ്റലൈറ്റ് ഫോൺ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഒരു ബട്ടൺ ഞെക്കിയാൽ നേരെ കണക്ട് ചെയ്യാം. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു ഇതാ. ഹാം റേഡിയോയിൽ വൈഫ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആദ്യം വൈഫ് കമ്പോസ് ചെയ്തിട്ട് ഇവർക്കത് ഇമെയിൽ ചെയ്തിട്ട് ഞങ്ങളുടെ ഷെഡ്യൂൾ വരുമ്പോഴത്തേക്ക് അവർ ഓരോരുത്തർ മെസ്സേജസ് വായിച്ച് ഓപ്പറേറ്റ് ചെയ്യും.
പിന്നെ നമുക്ക് വല്ല മെസ്സേജ് ഉണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് അവർ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് അയക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കൺവെർസേഷൻ, ടു വേ കൺവെർസേഷൻ നടക്കണമെങ്കിൽ കുറഞ്ഞ ഒരാഴ്ച എടുക്കും. അപകടം പറ്റുന്നത് വരെ ഗോൾഡൻ ഗ്ലോബ് റേസിൻ്റെ 3-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആണ് 3-ാം സ്ഥാനത്തായിരുന്നു. എങ്ങനെയായിരുന്നു ആ ബാക്കി മത്സരാർത്ഥികളും പലരും ഈ ഹോം സിക്നസ് ഒക്കെ കൊണ്ട് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഏറ്റവും ആദ്യം റിട്ടയർ ആയ ഏട്ടൻ ബസ്കാർഡസ് എന്നും പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ റേസ് കാരണം ഫ്രണ്ടായതാണ്. അപ്പം പിന്നീട് ഞാൻ ചോദിച്ചപ്പോഴത്തെ പറഞ്ഞാൽ എനിക്കെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒറ്റയ്ക്ക് കുറേ സെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ വൈഫിനോടും അമ്മേനോടും സംസാരിക്കുമായിരുന്നു. ഈ പ്രാവശ്യം അത് മറ്റേ സാറ്റലൈറ്റ് ഫോൺ ഇല്ലാതെ കാരണം അത് ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങേര് അത് കാരണം റിട്ടയറായി. പിന്നെ വേറൊരാളും കൂടെ അങ്ങേരുടെ ആരാണ്ട് മരിച്ചു പോവുക അതോ സീരിയസ്ലി ഇല്ല ഏതാണ്ട് ആയായിരുന്നു. അപ്പോൾ അങ്ങേർക്കും ഇമ്മീഡിയറ്റ്ലി ആരോടും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങേർക്കും അതിൻ്റെ ഒരു ഇതുണ്ട്. അത് കാരണം രണ്ടുപേരും വിട്ട് പോയായിരുന്നു. ഈ മത്സരം ഇനിയും അവസാനിച്ചിട്ടില്ല അല്ലേ? ഇല്ല, അതൊരു ലേറ്റ് ജാനുവരി ഏർലി ഫെബ്രുവരിയിലായിരിക്കും തീരുന്നത്. അടുത്ത ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പം പൂർണ്ണമായിട്ട് ഫിറ്റ്നസ് വീണ്ടെടുക്കണം ആവശ്യമുണ്ട്. അതിന് കുറച്ചുകൂടി സമയമായിരിക്കും. അപ്പോഴത്തേക്ക് അടുത്ത ഗോൾഡൻ ഗ്ലോബ് റേസ് എത്താറായി അല്ലേ? അതിന് 4 കൊല്ലമുണ്ട്. പക്ഷേ ഈ ഒരു റേസിന് പോകണമെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആദ്യം അതിന് വേണ്ടിയിട്ട് കാശ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കണം. പിന്നെ നമ്മുടെ ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടാൻ കുറേ പാടാണ്. കാശ് കിട്ടിയാൽ പിന്നെ ബോട്ട് കിട്ടിയിട്ട് പിന്നെ അതിനെ റെഡിയാക്കണം. അതിനെ റെഡിയാക്കാൻ കുറഞ്ഞൊരു 6 മാസം 1 കൊല്ലം എടുക്കും. സെക്കൻഡ് ഹാൻഡ് ബോട്ടാണെങ്കിൽ. പുതിയ ബോട്ടാണെങ്കിൽ 2 കൊല്ലം എടുക്കും. പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ, പിന്നെ ലൈസൻസ്, പിന്നെ ഇത് പിന്നെ ആഹാരം, സ്പെയർസ് എല്ലാം മേടിച്ച് ഫൈനലി നമ്മൾ സ്റ്റാർട്ട് ലൈൻ എത്തുമ്പോൾ തന്നെ ആൾ ഭയങ്കര ടയർഡാവും. ഒരു 10 കിലോ കുറയും. ഇനിയിപ്പോൾ എന്തായിരിക്കും ഭാവി പരിപാടി? ഇപ്പോൾ ഞാൻ ഗോവയ്ക്ക് ട്രാൻസ്ഫർ പോകും. അവിടെ നേവിയുടെ ഒരു ഓഷ്യൻ സെയിലിംഗ് നോഡുണ്ട്. നോഡിൽ 6 ബോട്ടുണ്ട്. 40 അടിയുടെ 4 56 അടിയുടെ 2. അപ്പോൾ അതിൻ്റെ ഒരു മറ്റേ കണക്ഷനിലായിരിക്കും ഞാനവിടെ വർക്ക് ചെയ്യുന്നത്. ഈ അപകടമല്ലാതെ ഈ യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും ഏറ്റവും സർപ്രൈസിംഗ് ആയി തോന്നി വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്ന അനുഭവങ്ങൾ മറ്റും? കുറേ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം കടലിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നേക്കാട്ടിലും കുറേ കൂടുതലായിരുന്നു പ്ലാസ്റ്റിക് ഈ പ്രാവശ്യം. അപ്പോൾ അതൊരു ഇറ്റ് വാസ് എ ബിറ്റ് ഡിസ്കൺസേർട്ടിങ്. കഴിഞ്ഞ പ്രാവശ്യം അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ഒരു കഷ്ണം കണ്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം നിറയെ പ്ലാസ്റ്റിക് ആയിരുന്നു. യാത്രയ്ക്കുടനീളം അത് വലിയ രീതിയിൽ കാണാൻ സാധിച്ചോ? യാത്രയുടെ സമയത്ത് തന്നെ എവിടെ നോക്കിയാലും എന്നേലും ഒരു ചെറിയ പ്ലാസ്റ്റിക് പീസ്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കുറേ കിലോമീറ്റർ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ പീസുമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലായിടത്തും പ്ലാസ്റ്റിക്കാണ്. ഈ അപകടം കഴിഞ്ഞ് തിരിച്ചെത്തി ചികിത്സ നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുന്ന സാഹചര്യം? ഞാൻ ആംസ്റ്റർഡാം ഐലൻഡിലായിരുന്നപ്പോഴാണ് പ്രധാനമന്ത്രി വിളിച്ചത്. അപ്പോൾ അങ്ങനെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചായിരുന്നു. അതൊരു നല്ലൊരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. അദ്ദേഹം അത് മൻ കി ബാത്തിൽ പറഞ്ഞതിനെക്കുറിച്ച്. ഇനിയിപ്പോൾ അടുത്ത GGR-ലേക്ക് പോകാൻ എന്തെങ്കിലും രീതിയിലുള്ള ഉദ്ദേശമുണ്ടോ? ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആദ്യം ഞാൻ ഫിറ്റായിട്ട് ഈ തീരുമാനം എടുക്കത്തുള്ളൂ. ഈ തുരിയയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ നേവിയിലെ ഉദ്യോഗസ്ഥർ തന്നെ ഒരു തവണ യാത്ര പോയി മാതയിലായിരുന്നു പര്യടനം നടത്തി വരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് കമാൻഡർ അഭിലാഷ് ടോമി വലിയ രീതിയിലുള്ള പ്രചോദനം നൽകുകയാണ്. അത് തരിണി ബോട്ടിൽ 6 വിമൻ ഓഫീസേഴ്സ് പോയത്. അവർ പറഞ്ഞത് വലിയ രീതിയിൽ പ്രചോദനം ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് മാതൃകയാക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമാണ്. എൻ്റെ പേരെടുത്ത് ആൾക്കാർ കടലിൽ പോവുകയാണെങ്കിൽ ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. നേവിയുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു GGR-ൽ പോകുന്നതിന്? നേവിയുടെ കുറേ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ പറ്റുന്ന അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഫാക്റ്റ് ഏറ്റവും അവസാനം എനിക്ക് ഇത്രയും വലിയ പരിക്കേറ്റപ്പോഴും നേവി കാരണമാണ് ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത്. ഇപ്പോൾ നേവി എന്ന് വെച്ചാൽ തിരിച്ചു വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്തത്തുള്ളൂ എന്ന് തീരുമാനിച്ചായിരുന്നു. കാരണം എന്നെ ഇവിടെ ഡൽഹിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ സർജറി നടത്തിയത്. അപ്പം ഇത് എല്ലാത്തിനും നേവിയുടെ സപ്പോർട്ടുണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും. അടുത്ത യാത്രയുമായി രംഗത്ത് വരാൻ സമുദ്രത്തിൽ വീണ്ടും പര്യടനം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും. Anyway, it's an interesting system. It's forming. It's literally not coming towards you. It's forming over the top of you. So it'll be strong, late tonight and early morning, but it'll move through very fast. So the sea doesn't get much of a chance to build up, really big. So fingers crossed. Okay. So it's hopefully shouldn't be too bad.